ഇന്ത്യൻ വിദ്യാർത്ഥി യുവജന സമരത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് ബിജെപിക്കാരെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ പറഞ്ഞു. സിപിഎം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന വി. കേശവന്റെ 22ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പറണിക്കാവിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി വി. ഡി. സതീശന്റെ യാത്രകൾ ദുരൂഹമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ വിദ്യാർത്ഥി യുവജന സമരത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് ബിജെപിക്കാരെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ പറഞ്ഞു. സിപിഎം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന വി. കേശവന്റെ 22ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. പരിസരത്ത് 4 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കർഫ്യൂ പ്രഖ്യാപിച്ചു. ആദ്യം 3 തവണ പിരിഞ്ഞു പോകണമെന്ന് പ്രഖ്യാപിച്ചു, ആഹ്വാനം ചെയ്യും. പിന്നീട് വെടിവെക്കും. വിദ്യാർത്ഥികൾ ചിതറിയോടും, ചിലർ മരിക്കും, ചിലർക്ക് അംഗവന്നു സംഭവിക്കും. ഇതെല്ലാം ആശുപത്രിയിലേക്ക് നീക്കം ചെയ്യും. 4 മണിക്കൂറിനകം ശാന്തമാകും. ഇത് ഗുജറാത്തിൽ നരേന്ദ്രമോദി കാട്ടിയ മാതൃകയാണ്. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഓർക്കുക. 14 ജില്ലകളിലായിരുന്നു കലാപം. ആ കലാപത്തെ അത്രയൊന്നും ഭരണപരിചയം ഇല്ലാതിരുന്ന നരേന്ദ്രമോദി തനിച്ച് ഹാൻഡിൽ ചെയ്ത രീതിയാണ്. അതെ, 2000ഓളം പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ക്രൂരമായി വംശഹത്യയിലൂടെ ബലാത്സംഗം ചെയ്ത് ഒന്നൊടുക്കിയ നരേന്ദ്രമോദിയെ പോലെ ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യും. സമരചരിത്രം അറിയില്ല എങ്കിൽ അത് പഠിക്കണം. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തോക്കും ആണിയടിച്ച ലാത്തിയും ഗുണ്ടായുസവും ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് കരുതിയാൽ അത് വിലപ്പോവില്ല. ഈ കാര്യം ഇന്ത്യൻ യുവത്വം വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു. ബിജെപിയുമായി ഡീലുണ്ടാക്കുന്നതിൽ ഒരു മടിയുമില്ലാത്തയാളാണ് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ നിരവധി തീരുമാനങ്ങളിൽ ഡീൽ പ്രതിഫലിക്കുന്നുണ്ട്. പ്രളയം കേരളത്തെ വിഴുങ്ങിയ സമയത്ത് വിഭവസമൃദ്ധമായ സദ്യ കഴിച്ച് ആഘോഷിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെന്നും ജയരാജൻ പറഞ്ഞു. സിപിഎം മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജി. ഹരിശങ്കർ, എ. മഹേന്ദ്രൻ, കെ. രാഘവൻ, കെ. മധുസൂദനൻ, മുരളി തഴക്കര, ലീല അഭിലാഷ്, എം. എസ്. അരുൺകുമാർ MLA, എ. എം. ഹാഷിർ, ആർ. ഗംഗാധരൻ, സിബി വർഗീസ്, നികേഷ് തമ്പി, ബി. വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കോശി അലക്സ് സ്വാഗതം പറഞ്ഞു. ജി. രമേശ് കുമാർ നന്ദിയും പറഞ്ഞു. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത വി. കേശവന്റെ വീട്ടിലെത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് അനുസ്മരണ റാലിയും രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നിരുന്നു. CDNet ന്യൂസ്, ചാരുമൂട്.